സമൂഹത്തിനെ ബാധിക്കില്ല. ശ്രീജിത്തിനെ തല്ലി കൊന്നെന്താ സമൂഹത്തിനെ ബാധിക്കില്ലേ? കെവിൻ മരിച്ചു കൊണ്ടെന്താ സമൂഹത്തിനെ ബാധിക്കില്ല? എന്താ രാമേന്ദ്ര പ്രശ്നം? അതറിയാനല്ല ഞങ്ങൾ നിൽക്കണം. ഫ്ലാഷ് ബാക്ക്. റിട്ടയർമെന്റിന്റെ ഒരു കൊല്ലണ്ടല്ലോ, ഇവരെ കൊണ്ട് ഒന്നിനും കൊള്ളാത്തവരെ പോയിട്ട് ഇവര് പ്രവർത്തിക്കുക. ഇവർ ഒന്നിലും ഇടപെടില്ല. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ഇവർക്ക് PR വരാൻ പാടില്ല, ഇവർക്ക് ആ വിഷയങ്ങൾ വരാൻ പാടില്ല, ഇവർക്ക് പെൻഷൻ ബെനിഫിറ്റിന് ദോഷം വരാൻ പാടില്ല. അപ്പൊ പിന്നെ ഇവർക്ക് ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഊളകളോട് വർത്താനം പറയാൻ? ഞാൻ ചോദിക്കട്ടെ സാറേ, ഈ 20 വയസ്സായ പയ്യനെ ഹാർട്ടിന് അസുഖം ഉണ്ടെന്നും പറഞ്ഞിട്ട് അവനെ ചവിട്ടി കൂട്ടാനുള്ള അവന്റെ ചേതോ വികാരം എന്തായിരുന്നു? തിന്നട്ടെല്ലിന്റെ കുത്തൽ അഥവാ കാശിന്റെ കുന്തളിപ്പ് ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. നല്ല അട്ടിയുടെ വേദന നിങ്ങൾ പോലീസുകാർ അറിയണ്ടേ? പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം മുതലേ ഉള്ള ശീലമാ. നാട്ടുകാരിൽ നിന്ന് ഇങ്ങനെ കട്ട അങ്ങനെ കിട്ടുമ്പോ നിങ്ങൾ പഠിക്കും. അതുകൊണ്ടാണ് പല സമയത്തും ചെയ്യാത്ത തെറ്റിന് നിങ്ങൾക്ക് സമൂഹ അടികൊള്ളണത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എല്ലാം കൂടെ ചേർത്ത് നിനക്കൊരു ദിവസം കിട്ടും. നീ എത്രത്തോളം പോകുന്നു അറിയാനാ ശ്രീധരൻ കാത്തു നിൽക്കുന്നത്. ഞാൻ 30 കൊല്ലക്കാലം പോലീസ് സേനയിൽ സർവീസ് ചെയ്ത് സബ് ഇൻസ്പെക്ടറായിട്ട് പെൻഷൻ പറ്റിയ ഒരാളാണ്. ഞാൻ അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. 100 ദിവസം കൃത്യമായ 100 ദിവസം SHO ആയിട്ടിരുന്ന ഒരാളാണ് ഞാൻ. എന്റെ പോലീസ് സ്റ്റേഷൻ കിടങ്ങൂര് പോലീസ് സ്റ്റേഷനായിരുന്നു. കിടങ്ങൂര് പോലീസ് സ്റ്റേഷനിൽ ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒട്ടനവധി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിട്ടില്ലെന്നേ, ചെറിയ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഓ, ഇത്തവണത്തെ ഇയറിലെ കണക്ക് അതൊന്നും വലിയ ഒരു സമൂഹത്തെ ബാധിക്കുന്ന ഒരു സംഭവമോ സമൂഹത്തെ ബാധിക്കുന്ന സംഭവമായിട്ട് ഇമാതിരിയുള്ള ചന്ത സംസാരം നിങ്ങൾ ആദ്യം അവസാനിപ്പിക്കണം. ശ്രീജിത്തിനെ തല്ലി കൊന്നെന്താ സമൂഹത്തിനെ ബാധിക്കില്ലേ? കെവിൻ മരിച്ചു കൊണ്ടെന്താ സമൂഹത്തിനെ ബാധിക്കില്ലേ? പാവർട്ടിയിൽ പോലീസ് സ്റ്റേഷനിൽ കൊന്നെന്താ സമൂഹത്തിനെ ബാധിക്കില്ലേ? പോട്ടത്തരം കാണിച്ച അമ്മച്ച് കാണാൻ ഇടിച്ചിന്റെ കൂമ്പലിക്കളെ. ഒരു സേനയെ ഡീമോറലൈസ് ചെയ്തു. പിന്നെ താനെന്തിനോട് വയ്യാത്ത പണിക്ക് പോയത് പണിക്കരെ? ആ ഡീമോറലൈസ് ചെയ്താരെ ചെയ്യാതെ അവരെ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു വിഭാഗമായി അവരെ മാറ്റിയെടുക്കണം. ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. എന്തിനാ നിങ്ങളെ വരാപ്പുഴ ശ്രീജിത്തിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി കൊന്നേ? ആ അമ്മ കാലത്ത് വീട്ടിൽ നിന്ന് ഭക്ഷണം ചായ കൊണ്ടുപോയാലും ചിലപ്പോ CA എന്ന് പറയപ്പെടുന്നവൻ എന്തിനാ ആ ചായ കൊടുക്കണ്ടെന്ന് പറഞ്ഞു? മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. SI ആയിരുന്ന അങ്ങേക്ക് ആ അവകാശത്തെ കുറിച്ച് ബോധ്യം ചായ കൊടുക്കാനുള്ള അവകാശമില്ല. തനിക്ക് ഈ കണ്ടവന്റെ ആസനം താങ്ങുന്ന ഏർപ്പാട് നിർത്തി വേറെ വല്ല പണിയുണ്ടോ നോക്കുന്നില്ല. എന്റെ ഈശോ, നിന്നെ എത്ര ഡീസന്റ് ആയിട്ടാണ് സാത്താൻ പരീക്ഷിച്ചത്. ഇതൊരു ജാതി മറ്റേ പരിപാടിയായി പോയി.